40 വയസ്സ് മുതലേ എല്ലാ ദിവസവും റുട്ടീനായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കുണ്ടെങ്കിൽ ഇതൊരു ഈ പറയുന്നത് ഒരു പ്രശ്നമേ അല്ല, അവർ തനിയെ അത് ചെയ്തോളൂ. പക്ഷെ ഇപ്പം ഒരു മുട്ടുവേദന വന്നു കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം അവർക്ക് ആ വേദന ഉണ്ടാവും. ആ വേദന കുറയാണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെയും മടി പിടിച്ചിരിക്കും, പിന്നെയും മസിൽ വീക്കാവും, പിന്നെയും വേദന കൂടും. അപ്പൊ അതൊരു വിഷയ സൈക്കിളാണ്. അദ്ദേഹമാണ് നമ്മള് ഇതിന്റെ കാര്യം സംസാരിക്കാനായിട്ട് എന്നെക്കാട്ടിലും എന്തുകൊണ്ടും ഒരു ഉചിതമായ ഒരാൾ. അപ്പം പ്ലീസ് വെൽക്കം. അതാരാന്ന് പുള്ളി തന്നെ പറയും. അത് അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ വിളിച്ചത്. നമ്മളെ മനുഷ്യനെ താങ്ങി നിർത്തുന്ന ഒരു സാധനമാണ്, അവയവമാണ് കാല്. ഇതില്ലാത്ത അവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കും. ഏതെങ്കിലും ഒരു കാലിന് നടക്കാൻ പറ്റാതെ ഒരു ഇമ്മൊബിലിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ മകൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട്, വെരി സിവിയർ ആക്സിഡൻറ്റ്. അവൻ്റെ വലത് കാലം കംപ്ലീറ്റ് ക്രാക്കായിപ്പോയി. ദെൻ ഇറ്റ് ടു 1.5 years അതിനെ റീകൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. 6 മാസം ബെറ്റർ ആയിരുന്നു. ദെൻ 1 year അവൻ ഫിസിയോതെറാപ്പി ചെയ്തിട്ട് ഇപ്പം ഇസ് ഓൾ റൈറ്റ്. ഇപ്പം ജോലിക്ക് പോകുന്നുണ്ട്, എല്ലാം പ്രശ്നമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുട്ട് വേദന തുടങ്ങി. കാരണം അവസാനമാകുമ്പോൾ എൻ്റെ മുട്ട് ക്രസൻ്റ് പോലെ വളവ്, ആസിറ്റോ വളവായി. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് എത്തിപ്പറ്റിയെന്ന് വെച്ചാൽ, എൻ്റെ സിസ്റ്ററാണ് വെരി ഹെവി ഫോൾ ആൻഡ് ഈ റൈറ്റ് നീയുടെ എൽബോ പൊട്ടി കഴിഞ്ഞപ്പോൾ അവിടെ ഡോക്ടർ കാര്യമൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ റെഫറൻസ് കിട്ടി. അവളെയും കൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയൊന്നും പ്രോബ്ലം ഒന്നുമില്ല. മാക്സിമം വന്നിട്ട് 15 days അല്ല, 3rd day ഷീ ഗോട്ട് ഡിസ്ചാർജ് ഫ്രം ദ ഹോസ്പിറ്റൽ. അപ്പോൾ അതെനിക്കൊരു അഷുറൻസ് ഉണ്ട്. എനിക്ക് മുട്ടുവേദന അപ്പോഴും ഉണ്ട്. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ തീരെ നടക്കാൻ പറ്റില്ല. ആക്ച്വലി ഞാൻ എൻ്റെ കാലെടുത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് ഐ ടു മൂവ് ലൈക്ക് ദിസ്. ജസ്റ്റ് ഇമാജിൻ ദാറ്റ് പൊസിഷൻ. ഇപ്പോൾ ഞാൻ ഏതാണ്ട് ഡോക്ടറെ അടുത്ത് പോകാമെന്ന് വിചാരിച്ചു. ആസ് ഡോക്ടർ സെഡ് ഓപ്പറേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും അങ്ങനെ ചിന്തിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഓൾഡ് ഏജ് ആയി. ഈ ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ നേഴ്സിങ്ങിന് ആൾ വേണം. നമ്മുടെ മക്കളായിരുന്നു ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് പല സ്ഥലത്തും ജോലിയിലായിരിക്കും. അവർക്ക് ഇവിടെ വന്നിട്ട് 1-2 മാസം ജോലിയും കളഞ്ഞിട്ട് നമ്മളെ പരിചരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ മകനെയും കൂട്ടിയിട്ടാണ് ഞാൻ ജ്യോതി പ്രശാന്ത് സാറിൻ്റെ അടുത്ത് പോയത്. എന്നോടൊന്നും ഇതൊന്നുമില്ല, ഓപ്പറേഷൻ സമസ്യ. ഓപ്പറേഷൻ ചെയ്ത് അന്ന് തന്നെ ഞാൻ നിങ്ങളെ നടത്തിക്കും. ഞാൻ വിശ്വസിച്ചിട്ടായിരുന്നു. ഇറ്റ്സ് എ വെരി മേജർ ഓപ്പറേഷൻ. അന്വേഷിച്ചിട്ട് ഇറ്റ്സ് വെരി മേജർ ഓപ്പറേഷനാണ്. ടോക്സ് നിയർലി 4 hours or so. ഓപ്പറേഷൻ കഴിഞ്ഞ് എനിക്ക് അറിഞ്ഞില്ല. വൈകുന്നേരം ഓപ്പറേഷൻ കഴിഞ്ഞ് എന്നെ ഐസിയുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 5:30 മണിയായി കാണും. എന്നെ പുറത്ത് തട്ട് നല്ല ഇതെന്താതെ കിടക്കണം, എണീക്ക് വാ. ഈ ജസ്റ്റ് പുള്ളിനെ ഔട്ടോ, പുള്ളിനെ ഫ്രം ദ ബെഡ്, നടക്ക്. എന്നിട്ട് വാക്കർ വെച്ചിട്ട് എന്നെ ഒരു 10 ചാല അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് വിത്ത് ഫുൾ ഫോഴ്സ് എന്നോട് പറഞ്ഞു, ഫുൾ ഫോഴ്സ് ഉപയോഗിക്കും. അത് ദാറ്റ് ഈസ് ദ കോൺഫിഡൻസ്. ഞാൻ നടന്നു. എനിക്കത് പേടിയായി. കാരണം എന്താ വെച്ചാൽ മറിഞ്ഞു അങ്ങനെ ഒന്നുമില്ല. ഡോക്ടർ ഇങ്ങനെ ഹി വാസ് ജസ്റ്റ് ടച്ചിങ് മീ ഓൺ ദ ഷോൾഡർ. ഇങ്ങനെ മുട്ടി എന്നല്ല നിൽക്കുകയാണ്. എന്നിട്ട് എന്നെ നടത്തിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം എന്ന് വെച്ചാൽ അപ്പം എനിക്ക് മനസ്സിലായി ഇത് സംഭവം വളരെ ഈസിയാണ്. ഈസി എന്നല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഐ സ്റ്റേഡ് ഇൻ ദ ഹോസ്പിറ്റൽ ജസ്റ്റ് ഫോർ 5 days. മാത്രം എനിക്ക് വേറെ ചില യൂറിനറി പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് 5 ദിവസം എന്നെ അവിടെ കിടന്നു. 6ാമത്തെ ദിവസം എന്നോട് ഇനി ഇവിടെ കിടക്കേണ്ട കാര്യം വീട്ടിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ഒരു 15 days കഴിഞ്ഞ് ഒരു ജസ്റ്റ് ഫോർ റിവ്യൂ ഇൻ ദ സ്റ്റിച്ച്. പിന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നടന്നോ. ഞാൻ നടക്കാൻ തുടങ്ങി. പിന്നെ ചെറിയൊരു ഫിസിയോതെറാപ്പി ചെയ്യണം. കാലം മുട്ട് ബെൻഡ് ചെയ്യണമല്ലോ, ഇരിക്കാനുള്ള ചില പ്രോബ്ലംസ് ഉണ്ടാവില്ല. അതിന് ചെറിയൊരു എക്സസൈസും തന്നു. ഐ ടു ദ അസിസ്റ്റൻസ് ഓഫ് ഫിസിയോതെറാപ്പി ഫോർ അബൌട്ട് എ മന്ത്. ഇന്നിപ്പോൾ എത്ര ഞാനിപ്പോൾ ഓടാൻ പറ്റും. എനിക്ക് ബസ്സിൽ യാത്ര വിത്തിൻ 3 months ഐ സ്റ്റാർട്ടഡ് ട്രാവലിംഗ് ഇൻ ദ ബസ്. എല്ലാ സ്ഥലത്തും ഞാൻ പോകും. ഞാൻ ട്രിവാൻഡ്രത്ത് പോയിരുന്നു. അവിടെ നിന്ന് ഞാൻ ഐ വെന്റ് ടു ബോംബെ. അല്ല, ഞാൻ ഡോക്ടറോട് അങ്ങനെ എവിടെ വേണമെങ്കിലും പോയിക്കോ. ഇപ്പം എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ലാഡറിൽ വിത്തൗട്ട് സപ്പോർട്ട് ഐ എം ക്ലൈംബിംഗ് ദ സ്റ്റെപ്സ്.
ഞാൻ മരത്തുമ്പോ കാരണമാണ് മരത്തുമ്പോ കയറും. പക്ഷെ 75 വയസ്സിന് മരത്തുമ്പോ കയറുന്നത് ശരിയല്ലോ. ഓരോ പ്രോബ്ലം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ എന്നോട് പറഞ്ഞിരുന്നു ഡോക്ടർ ഇടമുട്ടിന് വേണ്ടി, പക്ഷെ ഇപ്പൊ പ്രോബ്ലം ഇല്ല. അങ്ങനെ വേണ്ടി വന്നാൽ ഇനിയിപ്പോ 75 ആയില്ലേ, ഇനിയിപ്പോ 60 വയസ്സ് കഴിഞ്ഞാല് നമുക്ക് ഓരോ ദിവസവും ബോണസ് അല്ലേ ഇല്ല. അതുകൊണ്ട് പോകുന്നുള്ളതെല്ലാം ഞാൻ പറയുന്നത് 75 നോട്ട് നോർമൽ പീരിയഡ്. പണ്ടത്തെ കാലത്തൊക്കെ 75 വയസ്സ് എന്ന് വെച്ചാൽ വെരി ഓൾഡ്. ഇപ്പൊ 90-95 എന്നൊക്കെ പറഞ്ഞാല് യങ് ഏജ് ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മളൊക്കെ സർവീസിലുള്ള ആൾക്കാരാണ്. നമുക്കെന്ന് വെച്ചാൽ സർവീസ് ഉണ്ടാകുമ്പോൾ മിക്ക ജോലിയും നമ്മൾ ഇരുന്നിട്ടായിരിക്കും ചെയ്യാം. അത് മൊബിലിറ്റി വളരെ മിനിമമായിരിക്കും നമുക്ക്. നമ്മള് ചിലപ്പോൾ ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ പോകുന്നല്ലാതെ കണ്ട് എനിക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലം സർവീസിൽ ഇരുന്നിട്ടുള്ള ജോലി തന്നെയാണ്. ബാംഗ്ലൂർ അറിഞ്ഞൂടെ വെരി സെൽഡം വി മൂവ് ഔട്ട്. അപ്പോൾ ഇത്രയാണ് ഉള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുന്നത്, എനിക്ക് നടത്താനുള്ള സൗകര്യവും അതുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന ഒരാളാണ് ജ്യോതിപ്രശാന്ത് സാർ. കാരണം എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഐ കൺസിഡർ ഹിം ആസ് മൈ ഗോഡ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതാണ്. കാരണം ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി മരുന്ന് വരും. കുറെ പേര് പറഞ്ഞു എന്താണ് മറ്റേ കോഡ് ലിവർ പിൽസ് കഴിക്കുക 3 മാസം. കോഡ് ലിവർ പിൽസിൻ്റെ പോയി. പിന്നെ കുറെ പേര് പറഞ്ഞു കുറെ എന്താണ് കാൽഷ്യം ടാബ്ലറ്റ്സ് അത് കുറെ കഴിച്ചു. അങ്ങനെ ഒരു 5-8-9 മാസം ഞാൻ ഇതുകൊണ്ട് നടന്നു. പിന്നീടാണ് മനസ്സിലായത് there is no hope other than the operation. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ he just explained to me. It took nearly 30-35 minutes. ഇതെന്താണ്, what he is going to do, how it works, and അതെങ്ങനെ ചെയ്യുന്നു, ഓപ്പറേഷൻ എന്താ ചെയ്യുന്നത്, what are the things that is going to be replaced, അത് എന്തൊക്കെയാണ് പറഞ്ഞു എക്സ്പ്ലെയിൻ ചെയ്ത് I was convinced that എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ എനിക്ക് ഉണ്ടാക്കി തന്നത് ഡോക്ടർ ജ്യോതിപ്രശാന്താണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾ ഇതൊരു എന്താ വേണ്ട ഒരാളെ പുകഴ്ത്താനൊന്നുമല്ല. ഇറ്റ് ഈസ് ആക്ച്വൽ ഫാക്ട്സ്, ആക്ച്വാലിറ്റി.